എനിക്ക് നിങ്ങളോട് ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് 35,000 രൂപയ്ക്ക് നിങ്ങൾ മേടിക്കുമോ, അതോ 40,000, 45,000, 50,000 ഈ ഒരു റേഞ്ചിൽ മേടിക്കുമോ? ആൻസർ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ iQOO Neo 7 Pro എന്ന് പറയുന്ന ഡിവൈസും അതുപോലെ തന്നെ നത്തിങ് ഫോൺ 2 ആണ് ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഈ രണ്ട് ഫോൺസിൽ ഏത് ഫോൺ എടുക്കണമെന്ന് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താം. സോ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ ഇട്ട് എടുക്കാം. ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. ഈ രണ്ട് ഫോൺസും ഈ ഒരു ജൂലൈ തന്നെ ലോഞ്ച് ചെയ്ത ഫോൺസാണ്. നത്തിങ്ങിൻ്റെ ലോഞ്ച് ഇവൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിരുന്നു. കുറേ ആൾക്കാരെ വിളിച്ച് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇതുപോലെ ലോഞ്ച് ഇവൻ്റ് ആയിട്ടല്ല പുള്ളി നടത്തിയത്. പുള്ളി അതിന് ഒരു വ്ളോഗായിട്ട് തന്നെയാണ് നടത്തിയത്. ഓരോ ആൾക്കാരോട് ഒപ്പീനിയൻ ചോദിച്ച് ഡിഫറെൻറ്റ് വേയിലാണ് പുള്ളി ആ ഒരു ലോഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ ഒരു രണ്ട് ഫോൺസിൻ്റെ ബിൽഡ് വൈസ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ iQOO Neo 7 Proയിൽ വരുന്ന വീഗൻ ലെതർ, അല്ലെങ്കിൽ നമ്മൾ റിയൽമിയുടെ ഡിവൈസിൽ കണ്ടു, മോട്ടോയുടെ ഡിവൈസിൽ കണ്ടു, ആ ഒരു സെയിം വീഗൻ ലെതർ ഫിനിഷിലാണ് വരുന്നത്. എനിക്ക് ഈ ഒരു ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഓറഞ്ച് കളർ തന്നെയാണ്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ ആ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. 197 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ 8.2 മില്ലിമീറ്റർ ആയ തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓവർ വെയിറ്റ് ഒന്നുമല്ല. ബിൽറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസൈൻ തന്നെയാണ്. നമ്മൾ iQOO Neo 7 കണ്ട എക്സാക്റ്റ് ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. ക്യാമറ മൊഡ്യൂളിലൊന്നും വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. സോ ബിൽഡ് വൈസ് ഓക്കെ ആണ്. ഓക്കെ, ഇനി നത്തിങ് ഫോൺ 2ൻ്റെ ബിൽഡ് ആയിട്ട് വരുവാണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ പറയാതിരിക്കണേ നല്ലത്. അറിയോ അവനാണ് നീ? ഞാനാ ഞാൻ കോയേ രണ്ടു കോയേ എന്താണ് ഇത്? ഡിവൈസിൻ്റെ ബിൽറ്റ് ആൻഡ് ഡിസൈനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. കാരണം നത്തിങ് ഫോൺ 1ൽ കണ്ട ഡിസൈൻ തന്നെയാണ് നത്തിങ് ഫോൺ 2ലും കണ്ടത്. പിന്നെ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആകെ ഒരു വ്യത്യാസം ആ ഒരു ഗ്ലിഫ് ലൈറ്റിങ്ങിൽ ജസ്റ്റ് എവിടേക്കോ പകുതിയായിട്ട് ലൈറ്റിങ്ങിന് വെട്ടിയിട്ടേക്കണം അവിടെ കാണാം. അതല്ലാതെ പ്രത്യേകിച്ചൊരു ഡിസൈനിൽ മാറ്റവും കാര്യങ്ങളൊന്നും വന്നില്ല. ആ ഒരു സെയിം ഡിസൈനാണ്. ഫോൺ 1 എങ്ങനെയാണോ അതേ സെയിം ഡിസൈൻ തന്നെയാണ് ഫോൺ 2ലും കൊടുത്തിട്ടുള്ളത്. ബിൽറ്റ് ആൻഡ് ഡിസൈൻ നോക്കാമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതല്ലേ. എനിവേ നോക്കുവാണെങ്കിൽ ഗ്ലാസിൻ്റെ ബാക്ക് വരുന്നുണ്ട്, ട്രാൻസ്പെറൻറ്റ് ഡിസൈനാണ്, ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ, അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിനും കൊടുത്തിട്ടുണ്ട്. 201 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. കാര്യമായിട്ടുള്ള വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. നത്തിങ് ഫോൺ 1ലുള്ള അതേ ആ ഒരു ബിൽറ്റ് ആൻഡ് ഡിസൈൻ തന്നെയാണ് ഫോൺ 2ൽ വന്നിട്ടുള്ളത്. രണ്ട് ഫോണിലും നല്ല ബിൽറ്റ് ക്വാളിറ്റി അതുപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നത്തിങ്ങിൻ്റെ കാര്യം നമുക്കറിയാം, ഓൾവേസ് അവർ ട്രാൻസ്പെറൻറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും കൊടുക്കാറുള്ളത്. സോ ഞാൻ ഒരിക്കലും ഒരു ഡിസൈൻ ഇന്ന ഡിസൈൻ നല്ലതാണ് അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ ഡിസൈൻ നല്ലതാണെന്ന് ഒരിക്കലും പറയില്ല. ഡിസൈനിൻ്റെ ഒക്കെ പ്രിഫറൻസ് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളിലാണ്. നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെടുന്നത് അത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി ഡിസ്പ്ലേയുടെ ഭാഗത്തുനിന്ന് രണ്ട് ഫോൺസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് ഡിസ്പ്ലേയുടെ ഭാഗത്തും ഈ രണ്ട് ഫോൺസിൽ വരുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് തന്നെയാണ് ഈ രണ്ട് ഫോൺസിൻ്റെയും സ്ക്രീൻ സൈസ് വരുന്നത്. പിന്നെ ഓൺലൈൻ ഡിസ്പ്ലേസ് ആണ് രണ്ടിലും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളത് iQOO യൂസ് ചെയ്യുന്ന AMOLED പാനൽസ് ആയിരിക്കില്ല നത്തിങ് യൂസ് ചെയ്യുന്നത്. സോ അവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. പിന്നെ റീഫ്രഷ് റേറ്റ് നോക്കുവാണെങ്കിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഓൾമോസ്റ്റ് ഡിസ്പ്ലേയുടെ ഭാഗത്തുനിന്നും അങ്ങനെ വലിയൊരു മാറ്റം രണ്ട് ഫോണിലും എനിക്ക് കാണാൻ സാധിച്ചില്ല. രണ്ടിലും നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ രണ്ട് ഫോൺസിൻ്റെയും പെർഫോമൻസ് ആയാലും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. സ്നാപ്ഡ്രാഗൺ തന്നെ 8+ Gen 1 എന്ന് പറഞ്ഞ പവർഫുൾ ചിപ്സെറ്റാണ് രണ്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒക്ടാകോർ ചിപ്സെറ്റാണ്. അതുപോലെ തന്നെ Adreno 870 GPUം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും വലിയൊരു വ്യത്യാസം പെർഫോമൻസ് ലെവലിൽ വരുന്നത് ഈ രണ്ട് ഫോൺസിൻ്റെ UI അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസിലാണ്. നത്തിങ്ങിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നത്തിങ് OS 2ലാണ് വരുന്നത്. അതുപോലെ തന്നെ iQOO Neo 7 Proയിൽ FunTouchOS 13ൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് വരുന്നത്. സോ ആ ഒരു യൂസർ ഇൻ്റർഫേസിലുള്ള വ്യത്യാസം മാത്രമായിരിക്കും ഉള്ളത്. അല്ലാതെ ആ ഒരു ചിപ്സെറ്റിന് പ്രത്യേകിച്ച് പെർഫോമൻസ് കുറവോ കൂടുതലായിട്ടൊന്നും നിൽക്കില്ല. ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് തന്നെയാണ് ഈ രണ്ട് ഫോണും കിട്ടാനായിട്ട് പോകുന്നത്. പിന്നെ നത്തിങ് OS 1ൽ നമ്മൾ കുറേയധികം ബഗ്സും കാര്യങ്ങളൊക്കെ കുറേ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ യൂസ് ചെയ്ത ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. കുറേയധികം ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. OS 2ലോട്ട് വരുമ്പോൾ അതൊരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ FunTouchOSനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ബ്രോഡ് വൈസ് ആ ഒരു ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചധികം ബ്രോഡ് വൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ അൺഇൻസ്റ്റോൾ ചെയ്ത് കളയാനായിട്ട് പറ്റും. ഈ ഒരു പെർഫോമൻസിൻ്റെ ഭാഗത്ത് എടുത്തു പറയാനായിട്ടുള്ളത് iQOO ആൻഡ് നത്തിങ്. iQOO ഫോൺസ് എപ്പോഴും പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്. കാരണം പെർഫോമൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് iQOO എന്ന് പറയുന്നത്. സോ അതിൻ്റേതായ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈവൻ ഗെയിമിങ്ങിനായാലും ഈ ഒരു iQOO Neo 7 Proയിൽ ഇൻഡിപെൻഡൻറ്റ് ഗെയിമിംഗ് ചിപ്പ് കൊടുത്തിട്ടുണ്ട്.
സോ ഇച്ചിലൂടെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് iQOO Neo 7 Pro തന്നെയായിരിക്കും കിട്ടുന്നത്. കാരണം അത് ഓൾറെഡി ഒരു ഗെയിമിംഗ് ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ഫോണാണ് iQOO പ്രൊവൈഡ് ചെയ്യുന്നത്. നത്തിങ് ഫോൺ 2ൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ തന്നെ 8+Gen 1 പവർഫുൾ ചിപ്സെറ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹൈ എൻഡ് ഗെയിംസ് നല്ല ഗ്രാഫിക്സിലിട്ട് അടിപൊളിയായിട്ട് കളിക്കാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ iQOO ഫോൺസിൽ കളിക്കുന്ന ആ ഒരു ഫീല് നത്തിങ്ങിന് ഒരിക്കലും കിട്ടാനായിട്ട് തോന്നില്ല. കാരണം ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഈ ഒരു നത്തിങ് ഫോൺ 2. നിങ്ങളുടെ പ്രയോറിറ്റി ഒരു ഗെയിമിംഗ് ആണ് അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ആണെങ്കിൽ നത്തിങ് ഫോൺ 2-നേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് iQOO Neo 7 Pro തന്നെയായിരിക്കും. കാരണം കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ iQOO Neo 7 Pro തന്നെയാണ്. ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. iQOO Neo 7 Proയിലോട്ട് വരുവാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർക്കും വേണ്ടാത്ത ആ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസൊക്കെ എടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞു, ബട്ട് iQOO കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും അൾട്രാവൈഡ് അതുപോലെ തന്നെ പ്രൈമറി ക്യാമറയായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. സോ ഇവിടെ എന്തായാലും ആ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ് വരുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റിയായിട്ട് നോക്കുകയാണെങ്കിൽ 4K 60 FPS ആണ് റിയർ ക്യാമറ മാക്സിമം സപ്പോർട്ട്. കാരണം പവർഫുൾ ചിപ്സെറ്റ് ആണ്. 60 FPS ഒക്കെ സ്മൂത്തായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റും. OISൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നല്ല സ്റ്റെബിലൈസ്ഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഫ്രണ്ട് ക്യാമറയായിട്ട് വരുവാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. 1080 30 FPS ആണ് മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് വരുന്നത്. ഫ്രണ്ടിലും 4K കൊടുക്കാമായിരുന്നു, കാരണം 4K സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണ്, ബട്ട് അവർ കൊടുത്തിട്ടില്ല. നത്തിങ് ഫോൺ 2ൻ്റെ ക്യാമറയായിട്ട് വരുവാണെങ്കിൽ ഡ്യുവൽ 50 മെഗാ പിക്സലാണ്. അതായത് 50 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് സെൻസറും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ HDRൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. OISൻ്റെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4K 60 FPS ആണ് ഇവിടെയും മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് വരുന്നത്. അതുപോലെ തന്നെ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഈ ഒരു ഡിവൈസിൽ നൽകിയിട്ടുണ്ട്. 1080 30 FPS ആണ് ഈ ഒരു ഫോൺ വരുന്നത്. അവിടെയും ഫ്രണ്ടിൽ 4Kയുടെ സപ്പോർട്ട് വരുന്നില്ല. ബെറ്റർ ക്യാമറ ഏത് ഫോണാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടിലും കുഴപ്പമില്ലാത്ത ക്യാമറ പെർഫോമൻസ് തന്നെ തരുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടെയും നത്തിങ് ഫോൺ 2ൻ്റെ ക്യാമറയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം ഞാൻ ഫോട്ടോ സാമ്പിൾ കണ്ടപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് നത്തിങ് ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടത്. നത്തിങ് ഒഫീഷ്യലായിട്ട് പുറത്തിറക്കിക്കൊണ്ട് DSLRൽ എടുത്ത ഫോട്ടോസ് ഈ ഒരു ഫോണിൽ എടുത്താണോ എന്നും ഒരു ഡൗട്ട് ഇല്ലാതില്ല. എനിവേ ഈ ഒരു ഫോണിൽ എടുത്താണെങ്കിൽ ബെറ്റർ ക്യാമറ പെർഫോമൻസ് തന്നെ ആ ഒരു ഫോൺ തരുന്നുണ്ട്. ഞാൻ കണ്ട ആ ഒരു സാമ്പിൾസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. Neo 7ലെ ക്യാമറ ആയാലും കുഴപ്പമില്ലാത്ത ക്യാമറ പെർഫോമൻസ് തരുന്നുണ്ട്. ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ രണ്ടിലും കുഴപ്പമില്ലാത്ത ക്യാമറ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഒരു ഇഷ്യൂയും കാര്യങ്ങളൊന്നും അവിടെ വരും. ബാറ്ററിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ 5000 mAh ബാറ്ററിക്ക് 120 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. iQOO പൊതുവെ ഇപ്പോൾ 120 വാട്ടിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്ക ഫോൺസിന് 120 വാട്ടിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ബാറ്ററി അതുപോലെ തന്നെ ചാർജിങ് സപ്പോർട്ടും Neo 7 Proയിൽ കൊടുത്തിട്ടുണ്ട്. നത്തിങ് ഫോൺ 2യിലോട്ട് വരുവാണെങ്കിൽ 4700 mAh ആണ് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 45 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് പറയുന്നുണ്ട്, പക്ഷേ ചാർജർ ഞങ്ങൾ ബോക്സിൽ തരില്ല. അത് നിങ്ങൾ വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിച്ചാൽ മതി. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അവസാനമായിട്ട് രണ്ട് ഫോൺസിനെ പ്രൈസ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാൻ പോകണം. സോ ഇവിടെ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ iQOO Neo 7 Proയുടെ പ്രൈസിങ്ങായിട്ട് വരാം. 8GB 128GB വേരിയൻറ്റിൻ്റെ പ്രൈസാണ് ഇപ്പോൾ 34,000 രൂപ. ക്രെഡിറ്റ് കാർഡ് ഡിസ്കൗണ്ടൊക്കെ വെച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു 31,000 രൂപ 32,000 രൂപ ആ ഒരു റേഞ്ചിൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു സെയിൽ ടൈമിൽ. പിന്നെ 12GB 256ൻ്റെ പ്രൈസാണ് 37,000 രൂപ. അവിടെയും കുറച്ചധികം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നത്തിങ് ഫോൺ 2ൻ്റെ പ്രൈസിലോട്ട് നോക്കുവാണെങ്കിൽ 128 8GB വേരിയൻറ്റിൻ്റെ പ്രൈസാണ് 45,000 രൂപ. 12GB 256ൻ്റെ പ്രൈസാണ് 50,000 രൂപ. 12GB 512GBയുടെ പ്രൈസാണ് 55,000 രൂപ. 512GBയുടെ പ്രൈസ് അല്ലെങ്കിൽ 256GBയുടെ പ്രൈസ് നമുക്ക് മാറ്റി നിർത്താം. അതങ്ങനെ വന്നു അല്ലെങ്കിൽ അത് പോട്ടേന്ന് വയ്ക്കാം. പക്ഷേ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആ ഒരു 128GBക്ക് 45,000 രൂപ പ്രൈസ് ഇട്ടതാണ്. ഇതെങ്ങനെ ഇവർക്ക് സാധിക്കുന്നത്, എങ്ങനെ വിറ്റു പോകുന്നതാണ് ഞാൻ ആലോചിക്കണത്. പക്ഷേ ആ ഒരു പ്രൈസിന് മേടിക്കണവരുണ്ട് 128GB വേരിയൻറ്റ്, അത് വേറെ കാര്യം. എനിവേ എനിക്ക് ആ ഒരു പ്രൈസ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങളെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയൻറ്റ് ഇതിനകത്ത് പർച്ചേസ് ചെയ്യാം. ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് iQOO Neo 7 Pro തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. കാരണം ഞാൻ ബേസിക്കലി ഒരു പെർഫോമൻസ് ഫോൺ നോക്കുന്ന ഒരാളാണ്. സോ iQOO Neo 7 Pro ആണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ. നത്തിങ് ഫോൺ 2 ഒരിക്കലും ഒരു മോശം ഫോണല്ല, നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ ഒട്ടും സഹിക്കാൻ പറ്റാത്ത അതിൻ്റെ പ്രൈസിങ് ആണ്. കാരണം ആ ഒരു പ്രൈസ് കൊടുത്ത ആ ഒരു ഡിവൈസ് എടുത്തിട്ട് ബാഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. നല്ല ബെറ്റർ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നല്ല സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു കൊടുത്ത പൈസയ്ക്ക് മുതലായെന്ന് നമുക്ക് പറയാം. സോ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ മികച്ച ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ദിസ് ഇസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്.